മാളയിലെ സിനഗോഗും. എന്ന് മാത്രമല്ല, നമ്മൾ ഒന്ന് ഓർക്കണം, ഇസ്രായേലിലെ ജനങ്ങൾ ഇന്നും അവരുടെ മലബാർ പൈതൃകത്തെ പറ്റി വളരെ വളരെ അഭിമാനത്തോടെയാണ് സ്മരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും കുറച്ച് ഞാൻ ഇസ്രായേലിൻ്റെ പോളിറ്റിക്സിലേക്ക് ഒന്ന് ഡൈഗ്രസ് ചെയ്യുകയാണ്. ആദ്യകാലത്ത് കേരളത്തിൽ നിന്ന് പോയ ജൂതന്മാരെ ഒരു സെറ്റിൽമെൻറ്റിലെ 2 കുടുംബങ്ങളെ ഒന്നിച്ച് താമസിപ്പിച്ചിരുന്നില്ല. കാരണം ഇവർ പരസ്പരം മലയാളം പറയും. അങ്ങനെ മലയാളം പറയാതിരിക്കുവാൻ ഔദ്യോഗികമായ ഹീബ്രു ഭാഷ മാത്രം സംസാരിക്കാനായി കേരളത്തിൽ നിന്നല്ല, ഇങ്ങനെ ഓരോരോ പ്രദേശങ്ങളിൽ നിന്ന് പോകുന്നവരെ വിഭിന്നങ്ങളായ സെറ്റിൽമെൻറ്റുകളിലാണ് പാർപ്പിച്ചിരുന്നത്. എന്നാൽ കാലം ചെന്നപ്പോൾ ഒരു കാര്യം ഇസ്രായേലിലെ ഗവൺമെൻറ്റിനും മനസ്സിലായി, ഭാഷയും പൈതൃകവും സംസ്കൃതിയും ഒന്നും അങ്ങനെ റബ്ബർ വെച്ച് തുടച്ചു. ഇവിടെ ഈ അടുത്ത കാലത്തായി പുത്തൻ തിരുവിതാംകൂറിലേക്ക് കടക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ബസ് കിട്ടുന്നത് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ തിരിച്ചദ്ദേഹം മലബാർ വഴിയാണ് വരുന്നത്, കൊടുങ്ങല്ലൂർ വഴിയാണ്. ചുരുക്കത്തിൽ ഓരോ ദിവസവും താന് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും യാത്ര ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് എന്ന് ഒരു ഫലിതമായി പറഞ്ഞു. നമുക്കൊക്കെ അറിയാം ഈ പുത്തൻചിറ പ്രദേശം എങ്ങനെയാണ് തിരുവിതാംകൂറിന് ലഭിച്ചത് എന്ന്. അതിൻ്റെ പിന്നിലും ഒരു രാജ്യതന്ത്രം ഉണ്ടായിരുന്നു. അയ്യപ്പൻ മാർത്താണ്ഡൻ എന്ന് പറയുന്ന അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള എന്ന സമർത്ഥനായ തിരുവിതാംകൂറിന്റെ ദിവാന് കൊച്ചിയിലെ രാജാവ് ദാനമായി കൊടുത്തതാണ് പുത്തൻചിറ. അദ്ദേഹം സാമൂതിരിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തിയ പാരിതോഷികമായിട്ട് ഇനിയാണ് യഥാർത്ഥ പുത്തൻചിറയുടെ പോളിറ്റിക്സ് ആരംഭിക്കുന്നത്. അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള അവിടെ ഒരു ദേശവാഴിയായി ഭരിക്കുന്നതിന് പകരം ഈ പ്രദേശം തൻ്റെ സ്വാമിയായ തിരുവിതാംകൂർ രാജാവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. തിരുവിതാംകൂറിനെ സംബന്ധിച്ച് ഭരണപരമായി ഒട്ടേറെ അസൗകര്യങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രദേശമായിരുന്നു പുത്തൻചിറ. കാരണം ഒരു പുത്തൻചിറയിലേക്ക് സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥന്മാർ ആൻഡമാനിലേക്ക് നാടുകടത്തുക എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. കാരണം ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് അന്നൊക്കെ ബോട്ടിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. കൊച്ചിയിലെത്തി, കൊച്ചിയിൽ നിന്ന് വീണ്ടും പുത്തൻചിറ എത്തുക, അങ്ങനെയൊക്കെയുള്ള ദുർഘടം പിടിച്ച യാത്ര കഴിഞ്ഞിട്ട് വേണം പുത്തൻചിറയിൽ എത്തേണ്ടത്. പക്ഷെ ഇതിനൊരു മറുവശമുണ്ട്. പുത്തൻചിറയിലെ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് കൊച്ചിയേക്കാൾ കൂടുതൽ ഞങ്ങൾക്കാണ് പുത്തൻചിറക്കാരോട് സ്നേഹമെന്ന് കാണിക്കേണ്ടത് തിരുവിതാംകൂറിൻ്റെ ഒരു ആവശ്യമായിരുന്നു. തിരുവിതാംകൂർ അതുകൊണ്ട് വലിയ ഇളവുകൾ പുത്തൻചിറയിലെ ആളുകൾക്ക് കൊടുത്തു. വിശേഷിച്ച് കറുപ്പിൻ്റെ കച്ചവടത്തിന് വേണ്ടി, കുത്തക കച്ചവടത്തിന് വേണ്ടി ചില കുടുംബങ്ങൾക്ക് അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന സ്വർണ്ണ വ്യാപാരികളായി മാറിയ ചില കുടുംബങ്ങളുടെ, ചില സ്ഥാപനങ്ങളുടെയും വേരുകൾ പുത്തൻചിറയിലാണെന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ ഓർക്കുകയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇന്ന് ഏറ്റവും തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന, നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന സ്വർണ്ണ വ്യാപാരത്തിൻ്റെ തുടക്കവും ഈ പ്രദേശത്ത് നിന്നാണ് ആരംഭിക്കുന്നത് എന്നും അറിഞ്ഞിരിക്കുന്നത് ഒരു കൗതുകകരമായ ഒരു കാര്യമായിരിക്കും. ഇത്രയധികം പ്രാധാന്യമുള്ള ഈ പ്രദേശം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. 1945 പി അനുജനച്ചൻ കൊച്ചി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സൂപ്രണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ചെറിയ തോതിലൊരു ഉത്ഖനനം നടത്തി തിരുവഞ്ചിക്കുളത്ത്. യുദ്ധകാലമായതുകൊണ്ട് കൊച്ചിയിൽ നിന്ന്, സർക്കാരിൽ നിന്ന് പണം അനുവദിക്കുവാൻ അദ്ദേഹത്തിന് വളരെ പ്രയാസം നേരിടേണ്ടി വന്നു. എങ്കിലും 1000 രൂപയാണ് അദ്ദേഹത്തിന് അന്ന് ഗവൺമെന്റ് അനുവദിച്ചത്. ആ 1000 രൂപയ്ക്ക് അദ്ദേഹം നടത്തിയ ഉത്ഖനനത്തിന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് 46-ൽ. ക്വസ്റ്റ്യൻ ആർക്കിയോളജി ബുള്ളറ്റിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, എൻ്റെ ഈ ഉത്ഖനന പ്രവർത്തനങ്ങൾ എനിക്ക് തന്നെ തൃപ്തിയില്ല. എൻ്റെ ഉത്ഖനനങ്ങൾ പൂർത്തിയാകണമെങ്കിൽ ഐരാണിക്കുളത്തും
മൂഴിക്കുളത്തും കൂടി ഉത്ഖനനം നടത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ മാളയിൽ കൂടി ഒരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തിയാലേ തൻ്റെ ലക്ഷ്യം സഫലമാവുകയുള്ളൂ എന്നാണ് അനുജനച്ഛൻ 1946 പറഞ്ഞത്. 1946 കൊച്ചിയിലെ പുരാവസ്തു വകുപ്പിൻ്റെ മേധാവിയായ അനുജനച്ഛൻ്റെ ആവശ്യം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇനിയും സഫലമായിട്ടില്ല. മുസിരിസ് ഹെറിറ്റേജ് പദ്ധതി ഈ അടുത്ത കാലത്തായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഒട്ടേറെ വിവാദമുണ്ടാക്കിയ ഒരു ഒരു പദ്ധതി കൂടിയാണ്. പ്രധാനമായി അതിനെക്കുറിച്ചുള്ള പരാതി ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പല ആർക്കിയോളജിയുടെയും കോൺഫറൻസുകളിലൊക്കെ പോകുമ്പോൾ അവരൊക്കെ വളരെ ഫലിത തമാശയോടെയാണ്, ലാഘവത്തോടെയാണ് കേരളീയർ ഈ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ പുരാതത്വ ഖനനം നടത്തി 5 വർഷമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ ഉത്ഖനന പ്രവർത്തനങ്ങൾ അത് ഇനിയും പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ കാല ഗവൺമെന്റാണ് നടത്തിയത്. അവരുടെ കൈയച്ച സഹായം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഭാഗികമായ ഉത്ഖനനം നടത്തിയതിന് ശേഷം അവർ യൂറോപ്പിൽ മാളയിലല്ല എന്ന്. കാരണം പി അനുജനച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഐരാണിക്കുളത്ത് വേണം ഇനി നടത്തേണ്ടത്. മുമ്പോട്ട് പോകുന്നത് ഇതൊരു ബൗദ്ധികമായ കാപട്യമാണ്. ചരിത്രത്തിനോട് ചെയ്യുന്ന ഒരു വലിയ നിഷേധവും അവഹേളനവുമാണ്. തീർച്ചയായിട്ടും നാളത്തെ ബൗദ്ധിക വിചാരണയിൽ ഈ പ്രശ്നം അവതരിപ്പിക്കപ്പെടും. മാള തീർച്ചയായും ഒരു ഉത്ഖനനത്തിനുള്ള എല്ലാ യോഗ്യതയുമുള്ള ഒരു പ്രദേശമാണ് എന്ന് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത സൂചിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു എക്സ്പ്ലോറേഷനെങ്കിലും മാളയിലും മാളയിൽ എക്സ്കവേഷൻ നടത്താൻ യോഗ്യതയുള്ള ഒരു അനുജനച്ഛന്റെ റിപ്പോർട്ട് മാത്രമല്ല, ഇവിടെ നിന്ന് വരുന്ന നാളുകളിൽ മാറ്റിവെക്കാനാവാത്ത ഒരു ശാസ്ത്രശാഖയായിട്ട് കഴിഞ്ഞിരിക്കുന്നു. സാഹിത്യത്തിൽ മാത്രമല്ല, പോളിറ്റിക്സിൽ. ഒരു ഉദാഹരണം പറയാം. ശ്രീലങ്കയിലെ ഒരു വംശീയ കലാപം ഉണ്ടായി. എല്ലാവർക്കും അറിയാമല്ലോ. ആര് തമ്മിലായിരുന്നു അവിടുത്തെ വംശീയ കലാപം? തമിഴരും സിംഹളരും തമ്മിലായിരുന്നു. ആരാണ് ഈ സിംഹളർ? സിംഹളർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന്, ഒറീസയിൽ നിന്ന് പോയ ആളുകൾ പടുത്തുയർത്തിയ സംസ്കാരം. സിംഹള ഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. സിംഹള ലിപി ഒറിയ ലിപിയുമായി അസാധാരണമായ സാമ്യമാണ് സിംഹള ലിപിക്കുള്ളത്. അപ്പൊ ഈ സിംഹള സംസ്കാരം എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയിൽ നിന്ന് പോയവരാണ് പടുത്തുയർത്തിയത്. തമിഴ് സംസ്കാരം എന്ന് പറയുന്നതോ അതും ഇന്ത്യയിൽ നിന്ന് പോയ ആളുകൾ. പരസ്പരം വാളല്ല AK-47 എടുത്ത് യുദ്ധം ചെയ്ത് ആ രാജ്യം നശിച്ചു. എത്രയെത്ര ആളുകൾ മരിച്ചു, എത്രയെത്ര വിധവകൾ ഉണ്ടായി, എത്രയെത്ര അമ്മമാർക്ക് അവരുടെ വീരപുത്രന്മാരെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു.
അത് നമുക്കറിയാം. 40 നദികൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, 3 നദികൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നു. ഇവിടെ മുല്ലപ്പെരിയാറ് ചെയ്തത് ഒരു അണ കെട്ടി നദിയെ ബലാത്കാരമായി കിഴക്കോട്ട് തിരിച്ചുവിടുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചെയ്ത ഒരു കടുങ്കൈയായിരുന്നു. വാസ്തവത്തിൽ അത് വേണ്ടത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണം. അതിന് ചെയ്യേണ്ടിയിരുന്നത് തൊട്ടടുത്ത് മൂന്നാറിലുള്ള കിഴക്കോട്ടൊഴുകുന്ന നദിയുമായി ഈ പെരിയാറിനെ ബന്ധപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ചെറിയ അണക്കെട്ട് മതിയായിരുന്നു, വലിയ അണക്കെട്ട് വേണ്ടായിരുന്നു. ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പ്രകൃതിയെ നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുമ്പോൾ പോലും ആശ്രിതത്വമുണ്ടായിരുന്നു. ഇന്ന് പരസ്പര ആശ്രിതത്വവും പോയി, പ്രാദേശിക സ്വയം പര്യാപ്തതയും പോയി. നഗരങ്ങൾ ഇങ്ങനെ ഗ്രാമങ്ങളാക്കി ആയിക്കൊണ്ടിരിക്കുന്നു. ആ നഗരവൽക്കരണ പ്രവണതയിൽ